ഡിവോഴ്സിന് ശേഷമുള്ള സ്ത്രീകളുടെ അവസ്ഥ ഞാൻ പറയാം. അപ്പോൾ ഇനി പുരുഷന്മാരുടെ അവസ്ഥ എന്താണെന്ന് ഞാൻ പറയാം. ഇപ്പം ഒന്നുകിൽ അയാളുടെ ഭാഗത്ത് തെറ്റ് കാണും, ഇല്ലെങ്കിൽ അയാളുടെ ഭാഗത്ത് ശരി കാണും. ഇതാണല്ലോ സ്വാഭാവികമായിട്ടും. ഇപ്പം നമ്മൾ ഒരിക്കലും പൂർണ്ണമായിട്ടും ഇപ്പം സ്ത്രീയെയും പുരുഷനെയും തെറ്റും പറയാൻ പറ്റില്ല, ശരിയും പറയാൻ പറ്റില്ല. ചില സന്ദർഭങ്ങളിൽ നമുക്ക് ചില സ്ത്രീകളുടെ കാര്യത്തിൽ അവരുടെ ഭാഗം ക്ലിയർ ചെയ്ത് പറയും. കാരണം ഒരുപാട് ഉപദ്രവങ്ങൾ അല്ലേ, നിറയെ മാനസികവും ശാരീരികമായ പീഡനങ്ങൾ അനുഭവിച്ചിട്ട് എല്ലാം സഹിച്ച്, ചിലപ്പോൾ മക്കളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി സഹിച്ച് കഴിയുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അപ്പോൾ നമ്മൾ ഒരിക്കലും അതറിയാതെ നമ്മളൊരിക്കലും അവരെ കുറ്റം പറയില്ല. ഇപ്പം പുരുഷന്മാരെ സംബന്ധിച്ചും അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ഭാര്യ അതുപോലെ എപ്പോഴും ഡ്രസ്സിനോ ആഭരണങ്ങൾക്കോ അതായത് ഭർത്താവിൻ്റെ വരവും ചിലവും മനസ്സിലാക്കാത്ത രീതിയിൽ ഇഷ്ടാനുസരണം ജീവിക്കുന്ന ഭാര്യമാരുണ്ട്. ഞാനിങ്ങനെയാണ് വളർന്നത്, എനിക്കിങ്ങനെ തന്നെ ജീവിക്കണം, നിങ്ങൾക്ക് വരുമാനം ഇല്ലെങ്കിൽ നിങ്ങൾ കണ്ടെത്തണം, ഈ ഒരു മൈൻഡോടുകൂടിയുള്ള സ്ത്രീകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പം നമ്മൾ ചില സന്ദർഭങ്ങളിൽ ഇങ്ങനെയൊക്കെ ഉള്ള സ്ത്രീകൾ എത്തിപ്പെടുന്ന ചിലപ്പം പാവം പിടിച്ച ചേട്ടന്മാരുടെ കയ്യിലായിരിക്കും. അവരുടെ വിവാഹത്തിൽ ഭാഗമായി മാറുകയാണ്. അവർ ഒരു പക്ഷേ സാധാ രീതിയിലുള്ള കുടുംബജീവിതം നയിച്ച് വന്നവരായിരിക്കാം. അച്ഛനും അമ്മയും നല്ല രീതിയിലുള്ള ആളുകളായിരിക്കും. ഉള്ളതുകൊണ്ട് ഓണം പോലെ കഴിയുന്നവരായിരിക്കും. എല്ലാവരും പരസ്പര സ്നേഹവും ബഹുമാനവും നിലനിർത്തുന്നവരായിരിക്കും. അവിടേക്കായിരിക്കും വിവാഹത്തിലൂടെ വന്നു ചേർന്ന് സ്ത്രീ ചിലപ്പോൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരായിരിക്കും. കാരണം അപ്പോൾ എപ്പോഴായാലും സ്ത്രീകളുടെ ഭാഗത്ത് ഒരു പ്രശ്നം വന്നാൽ അവർ ജീവിച്ചു വന്ന സാഹചര്യം അതായിരിക്കും. അവരൊരു കുറവുമില്ലാതെ വളർന്നു അല്ലേ, അല്ലെങ്കിൽ പറയുന്നതെല്ലാം വാങ്ങിച്ചു കൊടുക്കുന്ന മാതാപിതാക്കളായിരിക്കാം, അല്ലെങ്കിൽ സ്വന്തം വരുമാനത്തിൽ നിന്ന് അങ്ങനെ ജീവിച്ചു വന്നവരായിരിക്കാം, ചിലപ്പോൾ ഒറ്റ മകളായിട്ടൊക്കെ വളർന്നവരായിരിക്കാം. അപ്പം അതൊക്കെ ആ രീതിയിൽ വളർന്നു വന്നവർക്ക് ചിലപ്പം ഭർത്താവിൻ്റെ വീട്ടുകാരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. ഭർത്താവ് വളരെ ശാന്ത സ്വഭാവനാണെങ്കിലും ഇത്തരത്തിലുള്ള സ്ത്രീകളാണെങ്കിൽ ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല. ചിലപ്പം ഭാര്യയുടെ നിർബന്ധമായിരിക്കും എനിക്ക് നിങ്ങളെ വേണ്ട എന്ന് കരുതി പോകുന്നത്. അങ്ങനെ ശരി ഒരുപാട് പറഞ്ഞു നോക്കും, വീണ്ടും വേണ്ട എന്ന് പറയുകയാണെങ്കിൽ ശരി എന്ന് പറഞ്ഞിട്ടായിരിക്കും ഭർത്താവും ഭാര്യയും രണ്ടാകാൻ തീരുമാനിക്കുന്നത്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ ഈ ഭർത്താക്കന്മാർക്ക് ഡിവോഴ്സിന് ശേഷം പുരുഷന്മാർക്ക് ഡിവോഴ്സിന് ശേഷം സമൂഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വളരെയധികം മോശം അനുഭവം. ചിലപ്പം കൂട്ടുകാരൊക്കെ തള്ളിപ്പറയും, എന്തുവായാലും നീ നിൻ്റെ ഭാര്യ ഉപേക്ഷിച്ചില്ലേ, നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടായിരുന്നില്ല, അതെങ്കിലും ഓർക്കാൻ വയ്യായിരുന്നോ, ആരെങ്കിലും ഈ വന്ന കാലത്ത് ഇങ്ങനെയൊക്കെ ഒരു കുഞ്ഞുള്ളപ്പം ചെയ്യുമോ, നിൻ്റെ ശല്യം സഹിക്കാതെ അവർ പോയത് എന്നൊക്കെ പറഞ്ഞ് ചിലപ്പം നാട്ടുമ്പുറങ്ങളിലൊക്കെ ആണെങ്കിൽ എല്ലാവരും ഒത്തുകൂടിയിരിക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ ഇങ്ങനെ കുറ്റപ്പെടുത്തലുകളുണ്ടാകും. പിന്നെന്താണ് ചിലർ പിന്നെ ഈ പുരുഷന്മാരോട് മിണ്ടുകയില്ല, അടുത്തുള്ളവരൊന്നും. അയാൾ തെറ്റുകാരനാണെന്നുള്ള രീതിയിൽ തന്നെ മുദ്ര കൊത്തും. പിന്നീട് അയാളുടെ ജീവിതം ഉൾവലിഞ്ഞൊരു ജീവിതമായിരിക്കും. എല്ലാവരും ചിലർ അതുവരെ മിണ്ടുകയും ചിരിക്കുകയൊക്കെ ചെയ്തവർ ചിലപ്പോൾ മുഖത്ത് പോലും നോക്കാതെ പോകും. അപ്പോൾ ഇയാൾക്ക് ഒരുപാട് വേദനയുണ്ടാകും. അങ്ങനെ സമൂഹത്തിൽ നിന്ന് സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നത്തിൻ്റെ അതേ രീതിയിൽ തന്നെ ബുദ്ധിമുട്ടുകൾ പലപ്പോഴും പുരുഷന്മാരും അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ഒരു പുരുഷൻ ആയതുകൊണ്ട് മാത്രം പലപ്പോഴും തങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലൊതുക്കി മനസ്സുകൊണ്ട് ഒരുപാട് വേദനിച്ച് ഇരിക്കും. സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് പെട്ടെന്ന് കരഞ്ഞ് തീർക്കാനുള്ള ഇതുണ്ട്. പക്ഷെ മിക്ക പുരുഷന്മാർക്കും ആ കരയുക എന്നുള്ളത് ഒരു വല്ലാത്ത ബുദ്ധിമുട്ട്. അവർക്ക് കരയാൻ തോന്നുകയില്ല. അവർക്ക് അതെല്ലാം ഉള്ളിൽ ഒതുക്കാനേ തോന്നത്തുള്ളൂ. അപ്പോൾ മാനസികമായിട്ട് ഒരുപാട് സ്ട്രെസ് അനുഭവിക്കും. പിന്നെ വീട്ടുകാരൊക്കെ മിക്കവാറും സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിലും പക്ഷേ നമ്മുടെ സമൂഹമല്ലേ, അപ്പം സമൂഹത്തിൽ നിന്ന് ഒരുപാട് വേദനകൾ നമുക്ക് ലഭിക്കും, അത് ഉറപ്പ് കാര്യമാണ്. പിന്നെ ഇതിനെയൊക്കെ അതിജീവിക്കാൻ നമ്മുടെ മനസ്സിന് ഒരു കട്ടി എന്തായാലും ഉണ്ടാവണം. അപ്പം നമ്മൾ മനസ്സുകൊണ്ട് എപ്പോഴും ചിന്തിക്കുക, ഒറ്റ കാര്യം, ഞാനായിട്ട് വേണ്ടെന്ന് വെച്ചതല്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കുക. മനസ്സിന് സമാധാനം നൽകുന്ന കാര്യങ്ങൾ ചിന്തിക്കുക. പിന്നെ നമ്മളെ നോക്കി ഒരാൾ ചിരിക്കുന്നില്ലെങ്കിൽ നമ്മളും ചിരിക്കാൻ പോകണ്ട. നാളെ അവർ തന്നെ നമ്മുടെ അടുത്തേക്ക് വരും. നമ്മളുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ വേദനിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ചിന്ത തോന്നുമ്പോൾ മറ്റെന്തെങ്കിലും ജോലിയിൽ നമ്മൾ മുഴുകുക. അപ്പോൾ നമ്മളുടെ ആ വേദന മനസ്സിൽ നിന്ന് പതുക്കെ പതുക്കെ മാറുവാൻ തുടങ്ങും. പിന്നീട് നിങ്ങൾക്ക് മറ്റൊരാളെ ഇഷ്ടമുണ്ടെങ്കിൽ മറ്റൊരു വിവാഹം കഴിക്കുക. കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളുടെ കാര്യം നോക്കണം.
ഇടയ്ക്കൊക്കെ പോയി കാണണം. പിന്നീടൊരു ജീവിതം വേണ്ട എന്നൊന്നും ഞാനൊരിക്കലും പറയില്ല. നിങ്ങളുടെ ഭാവി ഇങ്ങനെ കിടക്കുകയാണ് ജീവിതം അല്ലേ, ബാക്കിയുള്ള ജീവിതം ജീവിച്ച് തീർക്കണ്ടേ മരണം വരെയും. അപ്പോൾ മറ്റൊരാളെ പറ്റുമെങ്കിൽ സ്വീകരിക്കാം, ശരിയല്ലേ?